ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ സാന്ത്വനം 2-ന്റെ നാളെ വരാനിരിക്കുന്ന ഇനിയുള്ള എപ്പിസോഡുകളിലേക്ക് ഒരു ചെറിയൊരു ഇൻട്രോ നമുക്ക് കേട്ടാലോ. നല്ല അടിപൊളിയായിട്ടാണ് നമ്മുടെ സാന്ത്വനം 2 ഇപ്പോൾ പോകുന്നത്. നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മുടെ അച്യുതൻ ഒരു വലിയ ബോംബുമായിട്ടാണല്ലോ ദേവമംഗലത്തേക്ക് വന്നത്. നമ്മുടെ ബാലനെയും കുടുംബത്തെയും ആ മക്കളെയൊക്കെ അങ്ങോട്ട് ഇൻസൾട്ട് ചെയ്യാന്നുള്ള രീതിയിൽ കള്ളനെ കയ്യോടെ പിടിച്ചു എന്ന രീതിയിലാണ് നമ്മുടെ അച്യുതൻ വരുന്നത്. അങ്ങനെ നമ്മുടെ മിത്ര ഒടുവിൽ സത്യങ്ങളൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. അതായത് മിത്ര എല്ലാവരോടും നന്ദിനിയുടെ അടുത്തും ആനന്ദന്റെ അടുത്തും ഒക്കെ കാര്യങ്ങൾ പറയാണ്. അതായത് താൻ സ്നേഹിച്ചിരുന്നത് മിഥുനെയാണ്. മിഥുനെ സ്നേഹിച്ച് അങ്ങനെ ഒടുവിൽ ഒരു അഫെയർ വേണ്ട എന്ന് ഞാൻ വച്ചതാണ്. പക്ഷെ കല്യാണത്തിന്റെ തലേ ദിവസം ഒരു കുപ്പി വിഷവുമായി അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ഇത് കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എനിക്ക് നീ ഇല്ലാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അവനോടൊപ്പം ഞാൻ പോവാണ്. അങ്ങനെ ഗുരുവായൂർ വെച്ച് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞാണ് പോണത്. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് മിഥുന്റെ സ്വഭാവം മാറി. മിഥുൻ ഇവിടെ നിന്ന് എനിക്കായിട്ട് കരുതിയിരുന്ന ഗോൾഡും പണവും ഒക്കെ ഞാൻ പോലും അറിയാണ്ട് മോഷ്ടിച്ചു കൊണ്ടാണ് എൻ്റെ ഒപ്പം വന്നത്. എന്നിട്ട് എന്നെ അവിടെ ആക്കി പുള്ളി അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. ഞാൻ അവനെ പിടിക്കാൻ ശ്രമിച്ചുവെങ്കിൽ എനിക്ക് കഴിഞ്ഞില്ല, കണ്ടെത്താനായില്ല എന്നൊക്കെ മിത്ര പറയണം. ഇത് കേട്ടപ്പോൾ അച്യുതൻ പറഞ്ഞു, എൻ്റെ അനന്തേട്ടാ നിങ്ങൾക്ക് എന്താ പറ്റി, എവള് ഇതൊക്കെ ഇപ്പൊ കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന ഓരോ കഥകളാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഇന്ദിരാമ്മ ചോദിച്ചു, മോളെ നീ ഈ പറയുന്നൊക്കെ ശരിയാണോ? അപ്പൊ ആര്യനെ നീ സ്നേഹിച്ചിട്ടേ ഇല്ല എന്ന് ഇന്ദിരാമ്മ ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ മിത്ര പറഞ്ഞു, ഒരിക്കലും ഇല്ല മുത്തശ്ശി, ഒരിക്കലും ഇല്ല. നീ എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്ത് നീ ഈ പറയുന്നതൊക്കെ ശരിക്കും ഉള്ളതാണോ എന്ന് പറ മോളെ. അതേ മുത്തശ്ശി, ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും എന്നെ രക്ഷിക്കണം. കാരണം എന്ന് വെച്ചാൽ ഞാൻ അന്ന് ഇങ്ങനെ ഒരു അവസ്ഥ എനിക്ക് വന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് നേരെ ഒരു വെള്ളത്തിൽ ചാടി സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ നന്ദൻ എന്നുള്ള പേരിലുള്ള ഒരാളാണ് രക്ഷിച്ച. പിന്നീടാണ് ആര്യനും അവരൊക്കെ അവിടെ എന്നെ വന്ന് ആര്യൻ അവസാനം എന്നെ വിവാഹം കഴിക്കേണ്ടിയൊക്കെ വരുന്നത്. ആര്യൻ എന്നിട്ടും പറഞ്ഞത് എന്നെ കൃഷ്ണമംഗലത്ത് കൊണ്ടുവന്ന് ആക്കാന്ന്. പക്ഷെ എനിക്ക് എൻ്റെ അച്ഛനെയോ അമ്മയോ മുത്തശ്ശിയോ ഒന്നും തന്നെ ഫേസ് ചെയ്യാൻ നാണക്കേടും ഭയവും കാരണം എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. പിന്നീട് ഒടുവിൽ ആര്യൻ എനിക്ക് ഒരു ജീവിതം തരികയായിരുന്നു. പക്ഷെ എനിക്കോ ആര്യനോ ആ സമയത്ത് ഒരു പരസ്പര സ്നേഹമൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ എൻ്റെ ആര്യൻ എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണ്. ഞാൻ ആര്യനെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്. ആര്യനും എന്നെ അതുപോലെ സ്നേഹിക്കുകയാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് നമ്മുടെ ഗോമതി പറയുന്നുണ്ട്, കാര്യം ഇത്രയും നാളും ബാലേട്ടന് പോലും ഈ സത്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഈ അടുത്താണ് ഒരു അപകടം ഉണ്ടായി മിഥുനെ ബാലേട്ടൻ കാണുന്നതും മിഥുനെ രക്ഷിക്കാനായിട്ടൊക്കെ ശ്രമിച്ചു. ഒടുവിലാണ് അറിയുന്നത് ഈ മിഥുൻ ഇങ്ങനത്തെയൊക്കെ ഒരു ചീറ്റിംഗ് ചെയ്ത ആളാണെന്ന്. അങ്ങനെ ബാലേട്ടൻ അവനെ എന്താണ് വഴക്കൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തതായിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. പക്ഷെ അവൻ ആ സമയത്ത് ഈ ഗോൾഡൊക്കെ കൈക്കലാക്കിക്കൊണ്ട് പോയായിരുന്നു. അവിടേക്ക് നമ്മുടെ ആകാശും ആനന്ദൊക്കെ പറയുന്നു, ഇത്രയും നാളും മിത്ര എന്തുകൊണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ ആര്യനൊക്കെ പറയാത്തേന്ന് ചോദിച്ചപ്പോൾ മിത്ര അപ്പൊ തന്നെ അവരെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു, ആനന്ദേട്ടാ ആകാശേട്ടനും ആര്യനെ ഒരിക്കലും സംശയിക്കില്ല, ആര്യൻ ഇതൊന്നും അറിയില്ലായിരുന്നു. എനിക്കൊരു ചീത്ത പേര് നിങ്ങൾ എന്നെ ഒരു മോശം പെണ്ണായിട്ട് കാണും എന്നുള്ളത് കൊണ്ടാണ് കേട്ടാ ഈ കാര്യങ്ങളൊന്നും ഇത്രയും നാളും പറയാതിരുന്നേന്നൊക്കെ പറയണം കേട്ടോ. അപ്പൊ അവർക്കും ആകെ വിഷമം. എന്നിട്ട് അവര് പറഞ്ഞു, മിത്രേ നീ എത്രത്തോളം സത്യസന്ധമായിട്ടാണ് ഈ കുടുംബത്തോട് നിൽക്കുന്നതെന്നും ആര്യനെ നീ എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നതെന്നൊക്കെ ഞങ്ങൾ അറിയാം, ഞങ്ങൾ നിന്നെ അവിശ്വസിക്കുമോ മോളെ എന്നൊക്കെ അവരും പറയണം കേട്ടോ. അവസാനം ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ആര്യൻ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ നന്ദിനിയും അതുപോലെ അനന്തനും കൂടെ ചെന്നിട്ട് ബാലന്റെ അടുത്ത് മാപ്പ് പറയണ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ തെറ്റിദ്ധരിച്ചു. കാരണം ഇത്രയും നാളെ ഞങ്ങളുടെ മനസ്സിൽ എന്തെന്ന് വെച്ചാൽ ആര്യനും മിത്രയായിട്ട് അടുപ്പത്തിലായിരുന്നു എന്നും കല്യാണ തലേന്ന് ആര്യന്റെ കൂടെ മിത്ര ഇറങ്ങിപ്പോയി എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ തെറ്റിദ്ധാരണയൊക്കെ. അപ്പൊ ഇവരിങ്ങനെയൊക്കെ ചെന്ന് ഇങ്ങനെ കൈകൂപ്പി ബാലന്റെ അടുത്തൊക്കെ നിന്ന് സംസാരിക്കുന്ന കണ്ടിട്ട് അനന്തനൊക്കെ ഭയങ്കരമായിട്ട് വിഷമമാവേണം. അങ്ങനെ ആ സംസാരിക്കുന്ന കണ്ടപ്പോ അച്യുതൻ പറയുന്നുണ്ട്, അനന്തേട്ടൻ ഇത് എന്ത് കണ്ടിട്ടാ ബാലന്റെ മുമ്പിൽ പോയി ഈ കൈ കൂപ്പി ഇങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അച്യുതൻ അവിടെ കിടന്ന് ഒരു ഇത് കാണിക്കുന്നത്. പക്ഷെ അലോകിനൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം ഈ മിത്രയുടെയും ഈ മിഥുന്റെയും കേസ് അലോകിന് ഓൾറെഡി ഒരു സംശയം പണ്ടേ ഉണ്ടായിരുന്നു. അലോകിന്റെ ഫ്രണ്ട് ആണല്ലോ മിഥുൻ. അപ്പം ആ ഒരു സംശയം അലോകിനുണ്ടായിരുന്നു അന്നേ. അപ്പൊ ഈ കഥകളും കൂടെ കേട്ടപ്പോൾ അലോകിന് ഇത് സത്യമാണെന്നുള്ളത് ബോധ്യാവുകയാണ്.
അങ്ങനെ അലോക് മിണ്ടാണ്ട് അങ്ങനെ ഇവര് പറയുന്നതൊക്കെ കേട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അനന്തൻ നന്ദിനിയും കൂടെ ചെന്ന് കരയാണ്. അവർക്ക് ആകെ ഒരു ബുദ്ധിമുട്ടായിപ്പോയി. എന്നിട്ട് നമ്മുടെ മിത്രയാണെങ്കിൽ പൊട്ടിക്കരയാണ്. കാരണം ഇങ്ങനത്തെ ഒരു അവസ്ഥയും ആര്യന് പോലും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് മനസ്സിന്, ആര്യൻ പാവം എന്ത് കേസിലും തന്നെയും കൂടെ പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് ആര്യൻ എപ്പോഴും നിൽക്കുകയുള്ളൂ. കാരണം ആരെങ്കിലും മിത്രയെ വഴക്ക് പറയോ, കാരണം ആര്യന് മിത്രയെ ഒറ്റപ്പെടുത്തുന്നതൊന്നും അത്ര ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ഇത് കേസാണെങ്കിലും മിത്രയുടെ ഒപ്പത്തിനൊപ്പം തന്നെ ആര്യന് നിൽക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ്. അപ്പം അനന്തനും നന്ദിനിക്കും ആകെ വിഷമമാണ്. അവര് കരഞ്ഞുകൊണ്ടാണ് അകത്ത് കയറി ദേവമംഗലത്തോട്ട് പോണത് കേട്ടോ. ഈ സമയം നമ്മുടെ മിത്ര അവിടെ നിന്ന് വാവിട്ട് കരയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോഴേക്കും നമ്മുടെ മീനാക്ഷി ചെന്നിട്ട് മിത്രേനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പോട്ട് മോളെ, നീ എന്തിനാ ഇനി ഇങ്ങനെ കരയണത് എന്നുള്ള രീതിയിൽ മിത്ര അമീനു നമ്മുടെ മിത്രേനെ സമാധാനിപ്പിക്കുകയാണ്. അപ്പൊ ആകാശും ആനന്ദും പറയുന്നുണ്ട് നീ സങ്കടപ്പെടണ്ടെന്ന്. പക്ഷെ ഇതൊക്കെ കേട്ടുകൊണ്ട് നിന്ന് ആര്യൻ അവിടെ നിന്ന് പെട്ടെന്ന് ദേവമംഗലത്തിൽ നിന്ന് ഇറങ്ങി പുറത്തോട്ട് പോവുകയാണ്. പുറത്തോട്ട് പോകുന്ന പോക്ക് മിത്രേനെ വല്ലാണ്ട് തളർത്തി കളയാണ്. കാര്യം വേറൊന്നുമല്ല, കാര്യം ആര്യൻ ഇത്രയേറെ സഹിച്ചും കേട്ടും കണ്ടും ഇത്രയും നേരം നിന്നത് തനിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ താൻ കാരണം ഇത്രയും ബുദ്ധിമുട്ട് ആര്യൻ അനുഭവിക്കേണ്ടി വന്ന എല്ലാവരുടെയും മുന്നിൽ നാണം കിട്ടും. കാരണം ഈ കല്യാണം മിത്രയുടെ കഴിഞ്ഞ സമയത്ത് കൂടി ആര്യൻ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ കേട്ടതാണ്. ഒരുപാട്, കാരണം ഈ കൃഷ്ണമംഗലത്തുകാരുടെ എന്ന് വെച്ചാൽ കള്ളൻ എന്ന് പോലും വിളിച്ച് ഒരുപാട് കുറ്റപ്പെടുത്തിയായിരുന്നു. അന്നേരം നമ്മുടെ മിത്രയോട് മീനാക്ഷി പറഞ്ഞു, മോളെ നീ വിഷമിക്കണ്ട, അവന് പെട്ടെന്ന് ഒരു ഇമോഷനൊക്കെ ആയിട്ട് അത് എല്ലാവരും കൂടെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്, അവൻ പോയിട്ട് വരും, നീ സങ്കടപ്പെടുകയൊന്നും വേണ്ട. പക്ഷെ മിത്രയ്ക്ക് മനസ്സിനെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. കാരണം ഇത്രയും നാളും ഈ സത്യങ്ങളൊക്കെ രണ്ട് കുടുംബക്കാരോടും പറയാതിരുന്നത് വേറൊന്നും കൊണ്ടല്ല. അപ്പൊ മിത്രയ്ക്ക് വേണമെങ്കിൽ ഈ സത്യങ്ങളൊക്കെ തന്റെ കുടുംബത്തിലോട് ചെന്ന് പറഞ്ഞ് ആര്യൻ നിരപരാധിയാണെന്ന് തെളിയിക്കാമായിരുന്നു. പക്ഷെ അതിനുള്ള ഒരു അവസരം അന്ന് വന്നിട്ടുമില്ല. അതുകൊണ്ടാണെന്നുള്ളത് മിത്ര പറയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആര്യനും നമ്മുടെ ആകാശവും ഒക്കെ നമ്മുടെ ഗോമതിയോട് ചോദിക്കുന്നു, അല്ലമ്മ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഇത്രയും നാളും ഞങ്ങളോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ പറഞ്ഞു. അപ്പൊ ഗോമതി പറഞ്ഞു, മോനെ അത് വേറൊന്നും കൊണ്ടല്ല, ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ നിങ്ങൾ മിത്രേനെ ഏത് രീതി കാണും അല്ലെങ്കിൽ ആര്യനെ ഏത് രീതി കാണും എന്നുള്ളത് എനിക്കറിയില്ല. അതൊക്കെ കൊണ്ടാണ് മോനെ ഞങ്ങൾ ആ സമയം പറയാതിരുന്നത് എന്ന് പറയണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അനന്തനും നമ്മുടെ നന്ദിനിക്ക് അകത്ത് കയറി പോയല്ലോ. അപ്പൊ ഈ സമയത്ത് നമ്മുടെ അലോകും അച്യുതനും കൂടെ പതുക്കെ മാറി നിന്ന് സംസാരിക്കുകയാണ്. അതായത് വേറൊന്നുമല്ല, അലോക് പറയുന്നുണ്ട്, അച്ഛാ ഇത് ചുമ്മാ പറയുന്നതെന്ന് അച്ഛൻ വിചാരിക്കണ്ട, നീ ഒന്ന് പോടാ, ഇത് അവളെ പുതിയ നമ്പറല്ലേ, ഇതെന്താണ് ഏതാണെന്നൊക്കെ എനിക്ക് മുന്നേ കൂട്ടി അറിയാം. അപ്പം അലോക് പറഞ്ഞു, അല്ല അച്ഛാ, ഈ കേസ് എനിക്ക് ആദ്യമേ തന്നെ അറിയാവുന്ന കേസാ, മിഥുനാച്ഛനെ അറിയാലോ, അന്ന് ഇവര് തമ്മിൽ എന്തോ ഒരു ചുറ്റിക്കളി ഉള്ളതായിട്ടൊക്കെ എനിക്ക് അന്ന് തോന്നിയതാണ്. പിന്നെ ഇപ്പൊ അവള് ഉള്ളത് പറഞ്ഞും കൂടെ വന്നപ്പോൾ എനിക്കത് കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ എനിക്ക് കാര്യം ഓക്കെ എന്ന് പറയണ്. അച്ഛൻ ഇനി പ്രത്യേകിച്ചൊന്നും പറയാൻ നിൽക്കണ്ട. കാര്യം ഇനിയിപ്പോൾ അച്ഛൻ നമ്മൾ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം വാദി പ്രതിയാവും, പ്രതി വാദിയാവും, അങ്ങനെയൊക്കെ ആവും എന്ന് പറഞ്ഞ് അലോക് അച്യുതനെ മാറ്റുകയാണ്. അവിടെ നിന്ന് പതുക്കെ നമുക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാന്ന് പറയണ. അങ്ങനെ നമ്മുടെ അച്യുതൻ നേരെ ചെന്ന് അനന്തന്റെ കയ്യിൽ നിന്നാ, ഈ സ്വർണം നീ ഉണ്ടാക്കിയ, ഈ ചേട്ടൻ ഉണ്ടാക്കിയ സ്വർണ്ണമാണ്, അതുകൊണ്ട് അനന്തേട്ടൻ ഇത് എന്ത് ചെയ്താലും എനിക്ക് വിഷയമല്ല, ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അച്യുതൻ അവിടെ നിന്ന് പതുക്കെ മാറണം കേട്ടോ. അപ്പോഴേക്കും നന്ദിനി അനന്തനും ആലോചിക്കണം ഇനിയിപ്പോൾ എന്താ ചെയ്യണേ എന്നുള്ള രീതിയിൽ. അങ്ങനെ നമ്മുടെ ആര്യൻ പുറത്തിറങ്ങി പോയല്ലോ. അങ്ങനെ നമ്മുടെ അനന്തൻ ആര്യനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മിത്രയാണ് കാര്യം, വേറൊന്നുമില്ല, കാരണം ഇത്രയും നല്ല മനസ്സുള്ള തൻ്റെ മകളുടെ ജീവൻ രക്ഷിച്ച് അവക്കൊരു ജീവിതവും നൽകിയ ആര്യനോട് എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നുള്ളത് അനന്തനും നന്ദിനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ അനന്തന്റെ ഒപ്പം നന്ദിനിയും പോവുകയാണ്. അങ്ങനെ അവര് രണ്ടുപേരും കൂടെ പോയി നമ്മുടെ ആര്യനെ കാണുകയാണ്. അപ്പൊ ആര്യനാണെങ്കിലും മാനസികമായിട്ട് ഒരുപാട് വിഷമിച്ച് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനാണ്. അപ്പൊ അനന്തൻ കാല് പിടിക്കുകയാണ്. എന്തെന്ന് വെച്ചാൽ, എൻ്റെ മോളുടെ ജീവൻ ഞങ്ങൾക്ക് തിരിച്ചു തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് മോനെ, കാരണം നിന്നെ പോലെ ഒരു മനസാക്ഷിയുള്ളൊരു പയ്യനെ ലോകത്ത് കിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ ആര്യനെ പറയണ. അങ്ങനെയൊന്നും വേണ്ട ആന്റി, അങ്ങനെയൊന്നും നിങ്ങൾ പറയില്ല അങ്കിളെ എന്ന് പറഞ്ഞത്, എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും പോലെ തന്നെയാണ് മിത്രയുടെ അച്ഛനും അമ്മയും നിങ്ങൾ. എനിക്ക് അല്ലാണ്ട് ഒരു സ്നേഹക്കുറവും ഒന്നുമില്ല. പിന്നെ ചില തെറ്റിദ്ധാരണകൾ നിങ്ങളിൽ ഉണ്ടായിരുന്നു, അതിപ്പോൾ ക്ലിയറും ആയി എന്നുള്ളത് കാര്യം പറയണ്. അപ്പൊ നമ്മുടെ ആനന്ദം പറയാം, മോന് ട്രാവൽ ഏജൻസിയോ എന്താണെങ്കിലും മോൻ പറഞ്ഞോ, എൻ്റെ മിത്രയുടെ ജീവൻ രക്ഷിച്ച മോൻ എന്ത് സഹായം വേണമെങ്കിലും അങ്കിള് ചെയ്യും എന്നുള്ള രീതിയിൽ പറയണ. അപ്പൊ ആര്യം പറഞ്ഞു, വേണ്ടെങ്കിലേ എനിക്ക് അതിന് കുഴപ്പമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും എനിക്കൊരു ആഗ്രഹമുള്ളത്, എനിക്ക് സ്വന്തമായിട്ട് ഞാൻ
ഞാനോ മിത്രയോ പൈസ, അതായത് ഞങ്ങൾ ജോലി ചെയ്ത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു പൈസ മുടക്കി ഞങ്ങൾക്ക് ഒരു ട്രാവൽ ഏജൻസി തുടങ്ങണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതെന്റെ വലിയൊരു സ്വപ്നമാണ്. കാര്യം അച്ഛനാണെങ്കിൽ എനിക്ക് പൈസ തരാമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ അച്ഛനോട് വാങ്ങാൻ നിന്നില്ല. സ്വന്തമായിട്ട് തന്നെ ഒരു ലോണോ ബാങ്ക് ലോണോ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുവഴി എങ്ങാനും നമുക്ക് ലോണൊക്കെ പാസ്സായി വരികയാണെങ്കിൽ എന്തായാലും തുടങ്ങാന്നുള്ള രീതിയിലായിരിക്കുന്നതെന്ന് പറയാം. അപ്പൊ അനന്തം പറയാം, മോനെ ഞങ്ങൾ അന്യരല്ല, നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം, ഇപ്പൊ ഒരു സഹായവും വേണ്ടെങ്കിൽ ആ ചോദിച്ചതിൽ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമാണെന്ന് ആര്യം പറയണം. അപ്പം നമ്മുടെ നന്ദിനിയും നമ്മുടെ ആനന്ദനും മുഖത്തോട് മുഖം നോക്കിയാണ്. കാരണം ആര്യന്റെ അത്രയും നല്ലൊരു ക്യാരക്ടറും ആ ഒരു വിനയവും അതൊക്കെ കണ്ടിട്ട് അവർക്ക് ഭയങ്കര ഒരു ഇതാവേണ്. അനന്തൻ ഓൾറെഡി ഇവിടെ ദേവമംഗലത്ത് ഈ പ്രശ്നം ഉണ്ടായി വരുന്നതിന് മുന്നേ തന്നെ ആ പോലീസ് സ്റ്റേഷനിൽ പോയി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു ഇതിനു മുന്നേ. കാരണം ഇങ്ങനെ മിഥുന്റെ കയ്യിൽ നിന്ന് ആ സ്വർണം ഇങ്ങനെ തിരിച്ചു കിട്ടിയതും അത് മിത്രേനെ ആര്യനെ വിളിച്ച് ഏൽപ്പിച്ചപ്പോ അത് ആര്യം പറഞ്ഞത് മിത്രയുടെ അച്ഛന്റെ കയ്യിൽ തന്നെ ഏൽപ്പിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഓൾറെഡി അനന്തൻ അവിടെ വെച്ച് തന്നെ അറിഞ്ഞായിരുന്നു. അതിനുശേഷമാണ് ഇവിടെ വന്നപ്പോ അച്യുതൻ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ ഈ തെറ്റിദ്ധാരണ, ആര്യനോടുള്ള തെറ്റിദ്ധാരണ നമ്മുടെ അനന്തന് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പൊ അനന്തൻ ആര്യനോട് നന്ദിനിയും അനന്തനും ഒക്കെ ഒരുപാട് ആ ഒരു നന്ദി പ്രകടിപ്പിച്ചിട്ട് അവരവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പൊ ആര്യന് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പെട്ടെന്ന് ആ മിത്ര ഇത്രയും തനിക്ക് വേണ്ടിയിട്ട്, കാരണം മിത്രയോട് ഞാൻ പറഞ്ഞതായിരുന്നു ആ സ്വർണം കൊണ്ടുവന്ന് നിന്റെ അച്ഛന്റെ കൈകളിൽ തന്നെ കൊടുക്കണമെന്ന്. പക്ഷെ അവളെ എന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അത് പണയം വെച്ച് എനിക്കൊരു ട്രാവൽ ഏജൻസി തുടങ്ങാൻ വേണ്ടിയിട്ട് അവൾ അത് ആക്കിയത്. എന്റെ നല്ലതിന് വേണ്ടി, എന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അവൾ ചെയ്തത്. പക്ഷെ അത് ആ ഒരു സങ്കടം അവൾക്ക് പിന്നെ അതൊരു തെറ്റായി പോയി എന്നുള്ള ഒരു കുറ്റബോധമൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ആര്യന് മിത്രയെ ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് ആര്യം പുറത്തോട്ട് പോയത്. അങ്ങനെ പിന്നീട് ആര്യം കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ അനന്തൻ ഈ ആര്യൻ അടുത്തുള്ള ബാങ്കുകളിലൊക്കെ ഒന്ന് ചെല്ലണം. ആനന്ദന് ഒരുവിധം ബാങ്കിലെ മാനേജർമാരുമായിട്ടൊക്കെ നല്ല ഹോൾഡിംഗ് ആണ്. അപ്പം അവിടെ ബാങ്കിലെ മാനേജർ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, ആര്യൻ ഇങ്ങനെ ലോണിന്റെ ആവശ്യത്തിനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കണം. അപ്പം അവര് പറയുന്നുണ്ട്, വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ജാമ്യവും ഈടൊന്നും ഇല്ലാണ്ട് അങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ സാർ, അതുകൊണ്ട് കൊടുത്തില്ല എന്നുള്ളത് ആ ബാങ്ക് മാനേജർ നമ്മുടെ അനന്തന്റെ അടുത്ത് പറയാണ്. കാരണം അങ്ങനെ ഒരു റൂൾസ് ഇല്ലല്ലോ. ഇത്രയും 10 ലക്ഷം രൂപയൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെതായ ലോണും കൊടുക്കുമ്പോൾ അതിൻ്റെതായ ഈട് നമുക്ക് നൽകണ്ടേ. അപ്പോഴാണ് അനന്തം പറയണത്, ധൈര്യമായിട്ട് നിങ്ങൾ കൊടുത്തോളൂ, യാതൊരു മുടക്കവും പറ്റില്ല, അഥവാ ഇനി അങ്ങനെ എന്തെങ്കിലും വന്നാൽ തന്നെ അതിന്റെ ഫുൾ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തോളാം എന്ന രീതിയിൽ അനന്തം ബാങ്ക് സംസാരിക്കാൻ കേട്ടോ. അങ്ങനെ ബാങ്കുകാര് പെട്ടെന്ന് തന്നെ നമ്മുടെ ആര്യനെ വിളിക്കണം. പക്ഷെ ആര്യൻ ഇതൊന്നും അറിയുന്നില്ല. ഇങ്ങനെ അനന്തന് ചെന്ന് ബാങ്കിൽ പറഞ്ഞിട്ടാണ് തനിക്ക് ലോണ് പാസ്സായി കിട്ടിയത് എന്നുള്ളതൊന്നും ആര്യൻ അറിയുന്നില്ല. അങ്ങനെ ആര്യന് ലോണ് സാങ്ഷൻ ആയി എന്നുള്ളത് ബാങ്കിൽ നിന്ന് വിളിച്ചു പറയണം. ആര്യന് ഭയങ്കര സന്തോഷമാവേണ് കേട്ടോ. കാരണം തന്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഒരു ട്രാവൽ ഏജൻസി തുടങ്ങുക എന്നുള്ളതൊക്കെ. അപ്പം ആര്യൻ ആ ഒരു ഇത് എല്ലാവരുമായിട്ട് പറയുന്നത്, അങ്ങനെ ട്രാവൽ ഏജൻസി തുടങ്ങാൻ പോകുന്ന കാര്യമൊക്കെ അറിയുന്നു. അപ്പൊ മിത്രയ്ക്ക് അതിനേക്കാൾ ഏറെ സന്തോഷം. അപ്പൊ ആര്യന്റെ ഒരു മനസ്സിലൊരു ഇതെന്തെന്ന് വെച്ചാല് മറ്റൊരാളെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് തന്നെ ആ ലോൺ എടുക്കുക, എന്നിട്ട് ഈ ബിസിനസ് തുടങ്ങി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ലോൺ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് ആര്യൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഇതേ സമയം നമ്മുടെ അലോകും അനുശ്രീയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില പൊട്ടിത്തെറി ചീറ്റലുകളൊക്കെ ഉണ്ട്. കാരണം വേറൊന്നുമല്ല, എന്റെ കുടുംബക്കാരെ കള്ളനെന്നും കള്ളികളെന്നും പറഞ്ഞ് കുറ്റപ്പെടുത്തി നിങ്ങളുടെ അച്ഛൻ അങ്ങോട്ട് ചെന്നിരുന്നുവല്ലോ. എന്റെ കുടുംബക്കാരെ മറ്റുള്ളവരെ വഞ്ചിച്ചും ചീറ്റ് ചെയ്തും അല്ല പണം ഉണ്ടാക്കണം, ഞങ്ങൾ അന്നും ഇന്നും സത്യസന്ധമായിട്ട് തന്നെ പണം ഉണ്ടാക്കുന്നത്. അതെ, നിങ്ങൾ പറയാറുണ്ടല്ലോ ഗോമതി സ്റ്റോറിലെ ബാലൻ എന്ന്, ആ ബാലന്റെ മോളാ ഈ പറയണത് എന്നിങ്ങനെ പറഞ്ഞിട്ട് അതിന് കുറച്ച് മാസ് ഡയലോഗൊക്കെ നമ്മുടെ അലോകിന്റെ അടുത്ത് അടിക്കാനേട്ടോ. അലോകിനും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം തന്റെ അച്ഛൻ വലിയ സംഭവം പോലെ കൊണ്ടുപോയതാണല്ലോ. ഒടുവിൽ വാലും ചുരുട്ടി വരേണ്ട അവസ്ഥ വന്നു. അപ്പൊ അതൊക്കെ കണ്ടിട്ട് അലോകിനും തിരിച്ചു പറയാനായിട്ട് മറുപടി ഒന്നുമില്ല. അങ്ങനെ നമ്മുടെ മിത്രയുടെയും നമ്മുടെ ആര്യന്റെയും ആ ഒരു ഇഷ്യൂ അവിടെ കൊണ്ട് തീരെയാണ്. അതോടുകൂടി കൃഷ്ണമംഗലത്തും ദേവമംഗലത്തും നമ്മുടെ ആര്യന്റെയും മിത്രയുടെയും ആ ഒരു സംശയങ്ങളും ആര്യനിലുണ്ടായിരുന്ന അനന്തന്റെയും നന്ദിനിയുടെയും ആ ഒരു വിശ്വാസമൊക്കെ നല്ല രീതിയിൽ ആര്യൻ നല്ലൊരു പയ്യനാണ് എന്നുള്ള ഒരു വിശ്വാസമൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഏകദേശം ഇതൊക്കെ കോർത്തിണക്കി കൊണ്ടുള്ള ഒരിതാണ് നാളത്തെ എപ്പിസോഡിൽ വരുന്നത്. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്